നമസ്കാരം. ഇന്നത്തെ കൺട്രി ഇൻസൈഡിൽ നമ്മളുള്ളത് രാജനഗരിയായ തൃപ്പൂണിത്തറയിലാണ്. സംഘകാലത്ത് കേരളത്തിൽ മറ്റൊരു സ്ഥലത്തും തുറമുഖമൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് തൃപ്പൂണിത്തറയിൽ മാത്രമായിരുന്നു തുറമുഖം ഉണ്ടായിരുന്നത്. പൂണി എന്നാൽ കപ്പലെന്നും തുറ എന്നാൽ തുറമുഖം, അങ്ങനെയാണ് തൃപ്പൂണിത്തറ എന്ന പേരുണ്ടായിരിക്കുന്നത്. ഈ രാജനഗരിയിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിക്കാൻ പോകുന്നത്. കൊച്ചി രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്ന ഹിൽ പാലസാണ് ഇത്. 18-ാം നൂറ്റാണ്ടിലാണ് ഹിൽ പാലസിൻ്റെ നിർമ്മാണം തുടങ്ങിയത്, അതിൻ്റെ പൂർത്തീകരണം നടന്നതുമല്ല. ഇന്നിപ്പോൾ ഇത് പുരാവസ്തു ഗവേഷണ വകുപ്പിൻ്റെ കീഴിലാണുള്ളത്. സന്ദർശകർക്ക് തിങ്കളാഴ്ച ഒഴികെ എല്ലാ ദിവസങ്ങളിലും ഹിൽ പാലസിൽ എത്താം. കൊച്ചി രാജവംശത്തിൻ്റെ അവസാന രാജാവായിരുന്ന രാമവർമ്മ തമ്പുരാൻ്റെ പ്രതിമയാണ് ഈ കാണുന്നത്. തൃപ്പൂണിത്തറ നഗരം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും ആദ്യം വരുന്ന ദൃശ്യങ്ങളിലൊന്നാണ് ഇത്. തൃപ്പൂണിത്തറയിലെ ഏറ്റവും പേര് കേട്ട ക്ഷേത്രമാണ് പൂർണ്ണത്രയീശ ക്ഷേത്രം. ദിവസേന 100 കണക്കിന് ഭക്തരാണ് ഇവിടെ എത്താറുള്ളത്. ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഈ ക്ഷേത്രം 1900-ഓടെ കത്തി നശിക്കുകയും പിന്നീട് രണ്ടാമത് പുനർനിർമ്മാണം ചെയ്യുകയാണ് ഉണ്ടായത്. ൽ 1890 കൊച്ചി രാജവംശത്തിന് ബ്രിട്ടീഷ് കമ്പനി പണിതുകൊടുത്ത ഇരുമ്പ് പാലമാണിത്. അന്നത്തെ അവരുടെ ഗതാഗത ആവശ്യത്തിനായിരുന്നു ഈ പാലം പണി കഴിപ്പിച്ചത്. ഗതാഗത ആവശ്യം എന്ന് പറയുമ്പോൾ അന്ന് കുതിരവണ്ടിക്കായിരുന്നു ഈ പാലം പണിതത്. എന്നാൽ ഇപ്പോൾ വലിയ വാഹനങ്ങൾ അടക്കം പോകാവുന്ന തരത്തിൽ 125 വർഷത്തെ പഴക്കമുള്ള പാലമാണിത്. അത്തച്ചമയത്തിൻ്റെ നാടുകൂടിയാണ് തൃപ്പൂണിത്തറ. 1947 വരെ രാജകുടുംബവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങായിട്ടായിരുന്നു അത്തച്ചമയം ആഘോഷിച്ചിരുന്നത്. ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം സർക്കാർ ഈ പരിപാടി ഏറ്റെടുക്കുകയും നാനാജാതി മതസ്ഥർ ഒരുമിച്ച് ചേർന്ന് അത്തച്ചമയം ആഘോഷമായി കൊണ്ടാടുകയും ചെയ്യുകയാണ് ഓണക്കാലങ്ങളിൽ.